ആ കിട്ടിപ്പോയി നമ്മുടെ ഇട്ടടിക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ പാത്ത് നടക്കുന്നതാണ് ഓരോരുത്തന്മാര്. ഹായ്, 123 വ്ളോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുക. ആ റെഡി ആകുന്നതിന് മുമ്പ് കാപ്പി ഉണ്ടാക്കണം, കാപ്പി കുടിക്കണം, പാക്ക് ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ. നല്ല പണിയുണ്ട്. എന്നാണേലും 10 മണി കഴിയും ഇവിടുന്ന് പോകുമ്പോൾ അല്ലേ. അടുത്ത സ്ഥലവും നല്ല കിടുകിടിലൻ സ്ഥലമാണ്. പുഴ തന്നെയാണ്, മീൻപിടുത്തവും എല്ലാം ഉണ്ടാവും അവിടെ. ഞങ്ങൾ ഞണ്ടും പിടിക്കണമെന്ന് ഓർത്തോണ്ടായിരിക്കണം. കിട്ടിയ ഞണ്ടിനെയും പിടിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കൂടെ ഈ ക്യാമ്പിങ് ഇഷ്ടപ്പെടുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിക്കും. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഞങ്ങളുടെ ഉപകാരപ്പെട്ട ലൈറ്റാട്ടോ ഇത്. വെയിലത്ത് വെച്ച് ചാർജ് ചെയ്യാം. വലിയ വലിയ ഉപകാരങ്ങളുണ്ട് ഇതുകൊണ്ട്. ഇത് നമ്മൾ ഉപ്പുമാവാണ്. ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് ഇച്ചിരി കുറച്ച് നട്ട്സ് ഇട്ട് തേങ്ങയൊക്കെ ഇട്ടുന്ന വിപുലമായ ഉപ്പുമാവ്, വെറൈറ്റി ഉപ്പുമാവ് അല്ലേ. ബിനീഷിനെ കൊണ്ട് നമ്മൾ ഉപ്പുമാവ് ഇന്ന് കഴിപ്പിച്ചേ പറ്റൂ. പുള്ളിക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഇഷ്ടം, പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആഴ്ചയിൽ 5 ദിവസം ഇനി ഉപ്പുമാവ്. ഇന്നത്തെ കാപ്പി ഇതന്നെ സംഭവം, ഉപ്പുമാവ്. അത് തന്നെ, ഉപ്പുമാവും പഴവും പാൽച്ചായയും മുട്ട പുഴുങ്ങിയതും. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി സത്യത്തിൽ. അതാണ് തപ്പൽ വന്നത്. വയറ് നിറച്ച് കഴിച്ചോണം. ഇനി അവിടെ ചെന്ന് ടെൻ്റെല്ലാം കെട്ടി വൈകുന്നേരം ആവും തന്നെ ചോറും കറിയാവുള്ളൂ. ആ പഴം ഇരിപ്പുണ്ട്. സത്യം കേട്ടോ. ഇവിടുന്ന് ടെന്റ് അഴിച്ചോണ്ട് പോയി മറ്റൊരു സ്ഥലത്ത് ചെന്ന് ടെന്റ് കെട്ടി വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. ഉച്ചക്കുള്ള ഭക്ഷണം അങ്ങ് ഒഴിവാക്കുക ആ സമയത്ത്. അതിന് നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും പഴമായിരിക്കും, പഴം ഉള്ളത് കയ്യില്. പിന്നെ 4 മണിക്ക് ഒരു ചെറിയ കാപ്പി കൂടി ഉള്ളതുകൊണ്ട് ഒരാശ്വാസം. ഇത് കണ്ടോ, പാറയിലൊരു മരം പിടിച്ചു നിൽക്കുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങൾ കല്ലാൽ എന്ന് പറയുന്ന മരമാണ്. ആലിൻ്റെ വർഗത്തിൽപ്പെടുന്ന ഒരു മരം കണ്ടാ. അത് നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. ആ മരത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് കണ്ടോ. ഇതും പാറ പിടിച്ച് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്കിങ് ചെയ്തു, മൊത്ത സാധനങ്ങളും ഉണ്ടോ. പിന്നെ ഇവിടെ എങ്ങും ഒരു സാധനങ്ങളും വേഷമായിട്ടോ ഒന്നും ഇട്ടിട്ടില്ല. കൂടും വള്ളി എല്ലാം നമ്മൾ കൊണ്ടുപോവുക. പോട്ടെ നിഷ നടക്കുകയാണ് മുമ്പോട്ട്, ഞാൻ പുറകെയും. ഞങ്ങൾ കുറേ നേരമായിട്ട് നടക്കുവാണ്. വേണ്ട ഈ ഇല്ലി വെട്ടി കൂട്ടിയിട്ടേക്കണുണ്ട. അതുപോലെ നേരെ മറുസൈഡ് ഒരു കടയൊക്കെ ഉണ്ട്, താഴെ വെള്ളമുണ്ട്. നിഷ ദേ നടന്നു പോകുന്നു.
കാട് പിടിച്ച പറമ്പിൽ കൂടെ തന്നെ വേണം പോകാൻ. ആ നിശയുടെ നിപ്പ് കണ്ട, ഹൈ ഹൈ. പിന്നെ തഴച്ച് വളർന്നു നിൽക്കുന്ന ഒരു കറിവേപ്പ് കണ്ട് നിൽക്കുന്ന നിപ്പ. ആ അത് മതി, അത് മതി, നമുക്ക് ആവശ്യത്തിനുള്ളത് മതി, ബാക്കി അവിടെ നിന്നോട്ടെ. താഴത്തേക്ക് ഇറങ്ങി പോട്ടെ. അമ്മോ ഭയങ്കര പൊന്തക്കാടല്ലേ, മുള്ളല്ലേ, മുള്ളു നോക്കി ഇറങ്ങണേ. ഞങ്ങൾ ടെൻറ്റ് വയ്ക്കാനൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. താഴെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അവിടെ ടെൻറ്റ് വയ്ക്കാനുള്ള കമ്പും കോലും ഒക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ഭാഗമാണ്. പടുതായിട്ട് കെട്ടാനാണ് കമ്പും കോലും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇത്ര സാധനമുണ്ട് നമ്മൾ ചുമന്നുകൊണ്ട് വരുന്ന സാധനങ്ങൾ. ഇതിൽ ഭക്ഷണമുണ്ട്, ടെൻറ്റുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. ഇനി തികയാത്തത് കൊച്ചു കൊണ്ടുത്തരും. നല്ല ടെൻറ്റ് വയ്ക്കാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. നിഷ പയ്യ ഒരു സൈഡിൽ നിന്ന് തെളിച്ചു തുടങ്ങി, ഞാനും തെളിക്കാൻ കൂടാൻ പോവാം. പിന്നെ അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാലമുണ്ട്. അത് കഴിഞ്ഞാൽ കിടിലമ്പുഴ. ഇതും കൂടെയൊക്കെ മീൻ പിടിക്കാൻ പോകാൻ. ഈ മീൻ പിടിക്കാനുള്ള സൗകര്യം എല്ലാം കൂടെ നോക്കിയാട്ടോ ടെൻറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ 2 ദിവസം കാണും. നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു, കാടൊക്കെ വെട്ടി തെളിച്ചു, ക്ലീനാക്കുവാണ്. ഇതുണ്ടോ, നല്ല പാറ. അങ്ങനെ ഞങ്ങളുടെ ടെൻറ്റ് പണി കഴിഞ്ഞു കേട്ടാ. കണ്ട അടിപൊളിയായിട്ട് പണി കഴിഞ്ഞു. ഇനി അകത്തൊരു ടെൻറ്റ് വെച്ചാൽ മതി. കുറച്ച് പുല്ലൊക്കെ വെട്ടി വെച്ചു. ഇനി അകത്തൊരു ടെൻറ്റ് വയ്ക്കണം. നിഷ്കു, നിഷ ഇങ്ങനെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. ടെൻറ്റ് അകത്ത് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ച്. അങ്ങനെ നമ്മുടെ ടെൻറ്റിൻ്റെ എല്ലാം പണി തീർന്നു. നല്ല അടുപ്പ് വെച്ചു. നമ്മുടെ കലം വയ്ക്കാനുള്ള പാകത്തിനുള്ള നല്ല അടുപ്പും വെച്ചു. വിറക് അപ്പുറം കൊണ്ടുവന്നിട്ടേ അതിന് ചെറുതാക്കി ഇവിടെ കൊണ്ടുപോയി വയ്ക്കണം. പുള്ളി മടുത്തു, അതുകൊണ്ട് ഇരുന്നു. ഹായ് പറഞ്ഞേ. ഹായ്. ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമാണ് പഴം. വേറെ വിശപ്പൊന്നും തോന്നുന്നില്ല. ഈ ചെറിയ ചെറിയ പണികളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതുപോലെ ടെൻറ്റ് വയ്ക്കൽ, ശകലം വിറകുണ്ടാക്കൽ, അങ്ങനെയൊക്കെയുള്ള പണി ആയതുകൊണ്ടായിരിക്കാം വിശപ്പ് കുറവ്. ഉച്ചയ്ക്ക് വിശപ്പ് കുറവാണ്, എന്നാൽ വൈകുന്നേരം നന്നായിട്ട് വിശക്കുകയും ചെയ്യും. ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പഴം. ഇതിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ മലയുടെ മണ്ടയ്ക്കും. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ടെൻറ്റിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ഇതത്ത് എങ്ങനെയാണ്. നമ്മളൊന്ന് ചൂണ്ടയിട്ട് നോക്കുവാണേ. കണ്ടോ? ഓ ദേ ഫസ്റ്റ് മീൻ കിട്ടി. ചൂണ്ട വന്നങ്ങ് ഇട്ടതേ ഉള്ളൂ. ദേ ഒരു മീന്. പരല്.
1 മണിക്കൂറോളം ചൂണ്ടയിട്ടു. എന്നിട്ട് കിട്ടിയത് ആ ഒരു മീനേ കിട്ടുള്ളൂ. പിന്നെ കിട്ടിയില്ല. മീൻ കൊത്തുന്നില്ല. നീ എന്നാന്നറിയത്തില്ല, കാരണം എനിക്കറിയത്തില്ല. ആ കിട്ടിയ പൊടിമീനെ ഞാൻ ഈ കല്ലടകളുണ്ടല്ലോ അതിൻ്റെ ഈ സൈഡിൽ കൂടെ വെള്ളത്തിൽ കൂടെ വാരി പൊടിച്ച് അങ്ങ് ഇട്ട്. വേറൊന്നിനുമല്ല, ഇതിൻ്റെ അകത്ത് മറ്റേ പാറഞ്ഞണ്ടുണ്ട് ഇഷ്ടം പോലെ. അത് കയറി വന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു, പിടിച്ച് കറി വയ്ക്കാം. ഇല്ലെങ്കിൽ ഇല്ല. രാത്രി ആകാശം കണ്ടോ, നല്ല നീല കളറിൽ നിൽക്കുന്നു. പിന്നെ നമ്മുടെ ടെൻ്റ് രാത്രി കാണുന്നത് ഇങ്ങനെയാണ്. തീ കത്തിച്ച് ചോറ് വേവിക്കാൻ വേണ്ടി വെച്ച്. ഇന്ന് മീൻപിടുത്തം ചീറ്റിപ്പോയി കേട്ടോ. മീൻപിടുത്തം വൻ പരാജയമായിപ്പോയി. നാളെ നമ്മൾ ഉഗ്ര മീൻപിടുത്തമായിട്ട് തിരിച്ചു വരും. നിഷ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിപ്പുണ്ട്. ഇനി വേറെ എന്തെങ്കിലും കറിയൊക്കെ വെക്കണം. പിന്നെ പാൽപ്പൊടി കലക്കിയുള്ള ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ഹായ്, ചോറൊക്കെ വന്ന് വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ചായ കുടിക്കുന്നു, വെറുതെ ഒരു കാലിച്ചായ. കാലിച്ചായ അല്ല, അതെ. നേരെ അക്കരെ റോഡിൻ്റെ സൈഡിൽ ഒരു നല്ല കടയുണ്ട്. നാളെ പോയി വേണം സാധനങ്ങൾ മേടിക്കാൻ. പാൽപ്പൊടി ചായ കുറെ പേരോട് ചോദിച്ചായിരുന്നല്ലേ, പാലെങ്ങനെ കേടാതെ? ഞങ്ങൾ പാലല്ല ഉപയോഗിക്കണേ, പാൽപ്പൊടിയാണ് ഉപയോഗിക്കണേ. എല്ലാ സാധനവും സ്റ്റോക്കുണ്ട്. പാൽപ്പൊടിയുണ്ട്, മൈദയുണ്ട്, റവയുണ്ട്. ഇന്നൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടി. ടെൻറ്റ് ഇട്ടിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ഉഷാറില്ല, മീൻ കിട്ടാത്തതുകൊണ്ട് വിഷമമായിപ്പോയി. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ചോറ്, എന്തെങ്കിലും കറി വെക്കണം. അതുകൊണ്ട് ചായയൊക്കെ കുടി കഴിഞ്ഞ് ഇനി അടുത്തത് കുളിക്കാൻ പോകണം. കുളി കഴിഞ്ഞാൽ കറി വെക്കണം. നിഷ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് മേക്കപ്പൊക്കെ ഇട്ട്, മേക്കപ്പല്ല, ചെറിയ, അതെയോ, ഒരു സിന്ദൂരമൊക്കെ തൊട്ട് അങ്ങനെ കയറിയിരിക്കുന്നു. ഇനി കുക്കിങ് ചെയ്യണം. പുറത്ത് ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ചോറ് റെഡിയായി കേട്ടോ. ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്തു. പുകയുടെ കൂമ്പാരം. സംഗതി ഇത് കറി വയ്ക്കാനുള്ള അംഗം തുടങ്ങി. ഇന്നെന്നാ നിഷ കറി വയ്ക്കുന്നേ? അതെയോ, അച്ചാറും. ഇന്ന് കിഴങ്ങ് കറിയെങ്കിൽ കിഴങ്ങ് കറി. ഇന്ന് മീൻ പിടിക്കാൻ പറ്റിയില്ല. നാളെ ഉഗ്രൻ മീൻപിടുത്തമായിട്ട് ഇറങ്ങും. മീൻ പിടിക്കും, ഞണ്ടും പിടിക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. കിഴങ്ങേറി വെക്കാനുള്ള മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് റെഡിയാക്കുന്നു. നിഷയോട് ചോദിച്ചു നോക്കാം മസാലക്കൂട്ട് എങ്ങനെ ഉണ്ടെന്ന്. എന്നൊക്കെ നിഷ മസാല ചേർത്ത്? ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല. ഇത് ഇച്ചുവരെ പഠിപ്പിച്ച കറിയാണ്. കിഴങ്ങേറി അങ്ങനെ റെഡിയായി വാങ്ങി അവിടെ വെച്ചു. അടുത്ത ഐറ്റം ഇതേ മെഴുക്ക് പുരട്ടി. പയറും കണ്ട, അതും ബീൻസും ഒരു കിഴങ്ങും കൂടി, ഒരു കിഴങ്ങിന്റെ പകുതി ഇരുന്ന കഴിഞ്ഞ ദിവസം ഉപ്പുമാവിന്റെ, അത് ഞാൻ വെച്ചതാ, വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചത്. എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു മെഴുക്ക് പുരട്ടി. ഇനി ഞാൻ പോയി മീൻ പിടിക്കാൻ തീറ്റ ഇട്ടിട്ടുണ്ട്. എന്നാണേലും മീൻ ഞങ്ങളെ പറ്റിച്ചല്ലോ. അപ്പോൾ ഇത്തവണ മീനിനെ ഞാൻ പറ്റിക്കാൻ തീരുമാനിച്ചു. രാത്രി പോയി തീറ്റ ഇട്ടിട്ടുണ്ട്. ഇനി പോയി തീറ്റ ഇട്ടെടുത്തൊന്ന് വീശി നോക്കണം. രാത്രിയിൽ പോയി തീറ്റ ഇട്ടിട്ട് വന്നിട്ട് വീശാൻ പാന്നും പറഞ്ഞുകൊണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പകൽ മൊത്തം നടന്നിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് രാത്രി പോയി നോക്കാൻ പോവുക. മീൻ പകൽ ഞങ്ങളെ പറ്റിച്ച് ഇനിയൊന്ന് പറ്റിക്കുന്ന ഒന്ന് കാണണം. ഇന്ന് ഞങ്ങൾ രാത്രി മീനിനെ പറ്റിക്കും.
ചട്ടിയിലിട്ട് പറ്റിക്കും. ഒന്ന് വീശി നോക്കാൻ പോവണേ. ഒന്ന് വീശിയിട്ട് വരാം. ലൈറ്റ് കെടുത്തിക്കോ. ആ ഒട്ടും വെള്ളമില്ലാത്തൊരു കുഞ്ഞു കുഴിയില കണ്ടോ, ചെറിയ കുഴിയാ. അതിലൊക്കെ മീൻ നിൽക്കുള്ളൂ. ആദ്യ പിരപിരാന്നുള്ള ഇഷ്ടംപോലെ മീനുകള്. പരല് ഇതുണ്ട്, പരലുകളൊക്കെയാണേ. എന്നാലും കുഞ്ഞു കറി വെക്കാം. അത് ഇച്ചിരി എടുത്ത് പീര വെക്കാം. ആ കിട്ടിപ്പോയി നമ്മുടെ വലക്കകത്ത് വലിയ മീൻ കിട്ടി. ആ വലിയ മീനുണ്ട്, വലിയ മീനുണ്ട്. ഓ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് കണ്ടോ, മുഴുത്തത് കറി വെക്കാനുള്ളതായി. കറി വെക്കാൻ വലിയ രണ്ട് മീന് എങ്ങനെയുണ്ട്? കിട്ടി. കണ്ടോ? മുഴുത്ത മീനാണേ, കറ്റിയില്ലേ. ആ കഴിഞ്ഞ ദിവസം കിട്ടിയ കൂട്ട് മീന് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ദൂരം ഞണ്ട് അതിനെടുത്തോ കിട്ടിയത്. ഓ രാത്രിയിലത്തെ വീശ് കുഴപ്പമില്ല, പകലും എന്തോരം നേരം ഞങ്ങൾ നടന്നെന്നറിയാം ചൂണ്ടയായിട്ട്. അപ്പോൾ ഇന്ന് മീനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നിട്ട് ഉരുളക്കിഴങ്ങ് കറിയും ബീൻസ് മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കി. ആ ഒരു കുഞ്ഞ് ഇത് കണ്ടോ, അതിൻ്റെ ഒരു കുഞ്ഞ് ഇത്രയുണ്ട്. ഈ തീരെ പൊടികളെ വെള്ളത്തിലേക്ക് വിടാം കേട്ടോ. ആ ഇത് മീനുണ്ടോയെന്ന് അറിയത്തില്ല, ഇതുവരെ പൊങ്ങി അടിച്ചിട്ടില്ല. ചെറിയ മീനുകളാണ് കണ്ടോ, ചെറിയ മീനുകൾ. പരലുകൾ കണ്ടോ, ചെറിയ മീനുകൾ. പരലുകൾ ഒരു കല്ലേ മുട്ടി. മീൻ തേക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, ഇന്ന് പച്ചക്കറി കഴിക്കണമെന്നും പറഞ്ഞ് നെഞ്ചു വിങ്ങി ഇരിക്കുമായിരുന്നു ചിലവർക്കടെയൊക്കെ. ഇപ്പോൾ ഒരു ചിരി. ഇനി ഈ മീൻ വെട്ടി കഴിയുമ്പോൾ ഞണ്ട് വരും. ഞണ്ടിനെ കിട്ടിയ ഞണ്ടിനെ ഞങ്ങൾ കുക്ക് ചെയ്യും. വെല്ലുമീനൊന്ന് കറി വെക്കണ്ടല്ലോ, കറി വെച്ച് വെക്കാൻ നാളെ എടുക്കാം. നാളെ ഞങ്ങൾ ഇച്ചിരി ഉണക്കക്കപ്പ കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പം നാളെ ഉണക്കക്കപ്പയും മീൻകറിയും കൂടെ നാളെ രാവിലെ ആക്കാമെന്ന് വെച്ചു. കണ്ടാ, കിട്ടിയ മീനുകളെ ഞങ്ങൾ വെട്ടി വെളുപ്പിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്തൊക്കെയോ ചെയ്യാൻ നിഷ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാ ചെയ്യാൻ പോണെന്ന് അറിയത്തില്ല. വലിയ മീനുകൾ കറി വെക്കാനാ രാവിലത്തേന്. അതെ, ചെറിയ മീൻ പീര വെക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ വെജ് കറി വെച്ചോണ്ട് മീൻ പീര. അപ്പം മീൻ പീരയും കറിയും ഇന്നത്തെ കറി. അതെന്നും ഫ്രൈ കൂട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇന്ന് പീര. നിങ്ങളങ്ങനെ ഫ്രൈ കഴിക്കണ്ട. ഇത് കഴിഞ്ഞ് ഞാൻ ഞണ്ട് പിടിക്കാൻ പോകും. മീൻ വെട്ടിയ സ്ഥലത്ത് ഞണ്ട് ഇഷ്ടം പോലെ ഓടിക്കൂടും. അപ്പം വലിയ ഞണ്ടുകൾ കിട്ടും. ആ ഞണ്ടുകളെ പിടിച്ച് നാളെ ഞണ്ട് കറിയും. തേങ്ങ ചിരണ്ട ഞങ്ങൾ ചെറിയൊരു ചിരവ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, തേങ്ങ ചിരണ്ടായിരുന്ന തീര വയ്ക്കാനുള്ള പരിപാടി. കണ്ടോ ഞണ്ട്, കണ്ടോ, ഇവിടുന്ന് പിടിച്ചതാ. 3-4 കിട്ടി. ഇമ്മാരെ പിടിക്കാനാണ് നമ്മൾ ഈ പാഞ്ഞു കിടക്കുന്നത്. നല്ല അടാറ് ഞണ്ടുകൾ ഞാൻ ഓടിച്ചിട്ട് ഓരോന്നിനെ പിടിക്കുക. നാളെ ഇവന്മാരെ നല്ല ഫ്രൈ ആക്കി എടുക്കും. ഇത് കണ്ട ഞണ്ട് വന്നിരുതിക്കുന്ന കണ്ട, ഇവന്മാരെ നൈസായിട്ട് ഇങ്ങനെ പോയിട്ട് ഓടല്ലടാ
ആ ഒറ്റ ഓട്ടം കൊടുത്തു. കണ്ട ഓടി നടക്കുന്നുണ്ടോ? മീൻ വെട്ടി വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ പാത്ത് നടക്കുന്നതാണ് ഓരോരുത്തന്മാർ. അമ്മമാരെ പിടിക്കണമെങ്കിലാണ് പണി. ഒരുത്തനെ നമുക്ക് പിടിക്കാവെന്ന് നോക്കാം. ദേ ഇരിക്കുന്നുണ്ടോ? പിടിച്ച് അവനെയും പിടിച്ച്. ഇത് പാറഞ്ഞണ്ടാണ്, പാറഞ്ഞണ്ട്. നല്ല ടേസ്റ്റുള്ള ഞണ്ട. പക്ഷെ ഇറുക്കൊരെണ്ണം കിട്ടിയാൽ നക്ഷത്രം വേണം നമ്മൾ, നക്ഷത്രം. കണ്ടോ നല്ല മുഴുത്ത ഒരത്തനെ പിടിച്ച്, നല്ല മുഴുത്ത ഞണ്ടിനെ. നല്ല കിണ്ണപ്പൻ ഞണ്ട്, പെഞ്ഞണ്ടാട്ടോ ഇത്. ആഞ്ഞണ്ടും ഉണ്ട് പെഞ്ഞണ്ടും ഉണ്ട്. ഓ എന്നാ ബലമാണെന്നറിയോ ഇതിൻ്റെ ഇറുക്കുകാലിനൊക്കെ. ഒൻപത് മുഴുത്ത ഞണ്ടിനെ നോക്കി 9 എണ്ണത്തിന് പിടിച്ചിട്ടുണ്ട്. ഇനിയും കിട്ടും. ഇന്ന് രാത്രി ഞണ്ടുകളുടെ അന്തകനായിട്ട് ഞാൻ മാറും. ഞാൻ ഞണ്ട് പിടിക്കാൻ പോയ സമയത്ത് ദേ നിഷ പൊടിമീനെല്ലാം വാരിയിട്ട് മീൻ പീര അങ്ങ് വെച്ച്. മീൻ പീര വയ്ക്കൊണ്ടിരിക്കുന്നു. പാകമായില്ല, ഇനി കുറേ നേരം കൂടെ കഴിയും. വലിയ മീനുകളെ ഞങ്ങൾ നാളത്തേക്കുള്ള കറിയാക്കി വയ്ക്കുന്നു, വറ്റിച്ച് വയ്ക്കുന്നു. അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞ്, മീൻപിടുത്ത അംഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ണാൻ പോവുക. ദേ മീൻ പീര, ക്യാരറ്റ്, ബീൻസ്, മെഴുക്കുവരട്ടി, ഉരുളക്കിഴങ്ങ് കറി, ചോറ്. ആഹാ, അടിപൊളി സദ്യ തന്നെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇന്നത്തെ അംഗം കാഴ്ച വെച്ച ഞണ്ടുപിടുത്തവും. ഞണ്ടിനെ നമ്മൾ നാളത്തേക്ക് കുക്ക് ചെയ്യും. രാവിലെ ജീവനോടെ ഇട്ടിരിക്കുമല്ലേ. പിന്നെ മീനുണ്ട് കറി വയ്ക്കാൻ. മീൻ കറി വെച്ച് വെച്ചിട്ടുണ്ട്, അത് രാവിലത്തേക്ക് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ചൂട് കാരണം നല്ല ചൂടുണ്ട്. നല്ല ചൂടുള്ളതുകൊണ്ട് വേർത്ത് ഒഴുകുക. ഇതും കൂടെ കൂട്ടണം കേട്ടോ. മീൻപീര നമ്മള് സാധാരണ പീര അരച്ചാണ് വെക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് അരയ്ക്കാൻ സാധിക്കും ചിരണ്ടി ഇട്ട്. ആ ഒരു പോരായ്മയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. മീൻപീര സൂപ്പറാ. കിഴങ്ങേറി അടിപൊളിയാ. പിന്നെ മെഴുക്കുവരട്ടി എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ പയ്യെ ടെൻറ്റിൻ്റെ അകത്ത് കയറിയേക്കുവാണ്. ഇനി പയ്യെ കുറച്ച് നേരം കിടന്നുറങ്ങണം. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കണം വെളുപ്പിന്. അതിന് മുമ്പ് കുറച്ച് പേരുടെ ഹായ് പറയാനുള്ളവരുടെ കുറച്ച് പേരുടെ എഴുതി വെച്ചിട്ടുണ്ട് നിഷ. അതിനുവേണ്ടി ഒരു ബുക്ക് മേടിച്ചു. അതെ, സ്ക്രീൻഷോട്ട് എടുക്കാൻ വെക്കുമ്പോൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ബുക്ക് മേടിച്ച് അങ്ങ് എഴുതി വെച്ചു. തിരിച്ചു കാണിച്ച്. ഒരുപാട് പേരുടെ പേരുണ്ട് ഇത്തവണ. എത്രയുണ്ട്? 2 പേര്. വായിക്കട്ടെ. ഒന്നുപോലല്ലോ. മീനൂട്ടി എന്ന് വിളിക്കുന്ന അനാമിക അനിൽകുമാർ, അതാണ് ആ കൊച്ച് ബഹളം വെച്ച് വെച്ച്. പിന്നെ ശാലിനി, ഫിദ നസ്രീൻ, ഹരിദാസ് വണ്ടാഴി, ഷൈനി റോബർട്ട്, രാധാമണി, ശ്രീലത, നിസാർ, അൻസിയ, മഹേഷ്, മുരുക്കുംപുഴ, ട്രിവാൻഡ്രം, സൗമ്യ, മനുകുമാർ, നൈസി, ബിനു, ജൂവൽ, മരിയ ബിനു, ബബിത,
ബിജു, നിത്യ, ആൽബിൻ, വിജു, ബാലൻ, രോഹിണി, ഓമിക് ദേവ്, ശരത് കുമാർ, സജിത പാലക്കൽ, ബാവു മൂവാറ്റുഴ ആൻഡ് ഫാമിലിയാണ്. മാളു പാറു മാളയിൽ നിന്ന്, ഹരിലാൽ സൗദി, ജോളി ഷാജി, പ്രസാദ് നായർ, ഹമക്കോയ, ശ്യാംകുമാർ, മഞ്ജുഷ, പ്രീതിൽ രാജ് ദുബായ്, അസീബ്, കിഷോർ, അനിന, അഫിൻ, ഗാന്ധിധാമിൽ നിന്ന് റോയി ആൻഡ് ഫാമിലി, കുഞ്ഞുമോൻ ജോർജ്, മിർസ ബ്ലോഗ്, സുമയ്യ ഭീമാപ്പള്ളി, ദുർഗ, അക്ഷയ് വെട്ടിക്കവല, വിഷ്ണു ബോസ്കോ, അനു, നൗഷൌദ് ദുബായ്, വിനോദ് കുമാർ ഖത്തർ, റഫ്, സുജ കുഞ്ഞുമോൻ അബുദാബി, ആതിര ശ്യാം മുപ്പത്തടം ആലുവ, മോളമ്മ ജോസ് കുവൈറ്റ്, എബിൻ, അനീഷ്, ലാജോ, ലുലു യൂറോപ്പ്, ബീന, ജിനു ഒമാൻ. അത് ഞാൻ ലുലു ഒമാൻ, ബീന, ജിനു ഒമാൻ, ഉണ്ണികൃഷ്ണൻ, ഫൈസൽ സൗദി അറേബ്യ, രേഷ്മ രഞ്ജിത്ത് ഫ്രണ്ട്സ് കുവൈറ്റ്, ദീപ രമേഷ് കുവൈറ്റ്, അബുബക്കർ, സജന സജി, രാജേഷ്, ബാബു, സാംഭാപ്പൻ, ജാസ്മിൻ, അവാൻ, ആശീഷ്, അക്കു, മേഘ രഞ്ജിത്ത്, കാവ്യ അമർനാഥ് പീരുമേട്, ദിലീപ്, തോമസ് ടി കോനി, അനു, അബിൻ ബാബു. പിന്നെ സ്പെഷ്യലായിട്ട് ഇന്നും ജോഹാൻ ബിനു ജൂൺ 19 ബർത്ത്ഡേ ആണ്, 4ാം പിറന്നാൾ. ഒരു വിശ്വസ് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ജോഹാൻ ബിനുമോന് എല്ലാവിധ പിറന്നാൾ ആശംസകളും. പിന്നെ രക്ഷകൻ ആംബുലൻസ് KPM ടീം 5ാമത് വാർഷികവും ചികിത്സാ സഹായ വിതരണവും ജൂലൈ 5-ന്. അതിന് എല്ലാവിധ ആശംസകളും. അത്രയും നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വൈകുന്നേരം എല്ലാവർക്കും ഹായ് കേട്ടോ. 6 മണി വരെയുള്ളതാണ് ഞാൻ വായിച്ചത്, ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ കണ്ടില്ല, അത്ര ഉള്ളത് വായിച്ചത്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ബിഗ് ഹായ്. അപ്പം ഇനി പയ്യെ കിടക്കാൻ പോകുന്നു. ഇന്നത്തെ എല്ലാ പരിപാടിയും തൽക്കാലം ക്ലോസ് ചെയ്തു. നാളെ സമയം ഒത്തിരിയായി, എന്നത്തെക്കാളും വൈകിയിരുന്നു. അതെ, ഇനി കിടക്കാൻ പോവാണ്. അപ്പൊ ഇനി നാളെ നേരം വെളുത്തിട്ട് കാണാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അപ്പൊ നേരം വെളുത്ത് കാണാം. ഓക്കെ, ടേക്ക് കെയർ. നേരം വരവരാ വെളുത്തു. നിശതയെ കിടന്നു നല്ല ഉറക്കം. എന്തായാലും നേരം വെളുത്തില്ലേ, വിളിക്കാതിരിക്കാൻ പറ്റുമല്ലോ. നിഷു, നിഷ കുഞ്ച എണീക്കൂ. ഗുഡ് മോർണിംഗ്. സംഗതി നല്ല ഉറക്കമായിരുന്നു ഇന്നലെ. താമസിച്ചാൽ കിടന്ന, അതുകൊണ്ട് ഭയങ്കര ഉറക്കം. ഈ സ്ഥലത്ത് നിന്ന് ഇത് ടെൻറ്റ് തുറന്നാൽ വാ കൊള്ളാം. പുറത്ത് വന്നാൽ നല്ല മഞ്ഞ, ആ സൈഡൊക്കെ മഞ്ഞ. ഇങ്ങോട്ട് കറങ്ങി വന്നു കഴിഞ്ഞാൽ പാലം. ഇന്ന് രാവിലെ പാചകം ചെയ്യാൻ പോകുന്നത് ഉണക്ക് കപ്പ. പിന്നെ ദേ ഇവിടെയുള്ള സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്വർഗം പോലുള്ള സ്ഥലങ്ങൾ. നോക്കിക്കോണേ. കണ്ടോ?
ഒരു കെട്ടില്ലം പാലം. ഇത് അക്കരെ ഒരു ബിൽഡിംഗ് പോലെ കാണുന്ന ഒരു കടയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു മലക്കടി മുകളിലാണ് നമ്മൾ. കണ്ട കിടുകിടില്ലൻ ലുക്ക്. സൂര്യൻ ഇവിടെ നിന്ന് ഉദിച്ചു വരുന്നു. നമ്മുടെ ടെന്റ് തേയിരിക്കുന്നു. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് പാറപ്പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുന്നു. ഇന്നലത്തെ ടെന്റിൻ്റെ അകത്തെ കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു സംഗതി. പാറ നല്ല നിരപ്പായിരുന്നു, പക്ഷെ കിടക്കുമ്പോൾ നമ്മൾ ഊർന്നു പോയി. കാലിന്റെ ഭാഗവും താന്ന്, തലയുടെ ഭാഗവും താന്ന്, നടുവിന്റെ ഭാഗം പൊങ്ങി. അങ്ങനെ ഒരു വലിയ മോഡൽ രീതിയിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. നമ്മള് പുല്ലൊക്കെ നിറയെ വെട്ടിയിട്ടാ കിടന്നത്, പക്ഷെ എന്താ പറ്റിയെന്ന് വേറെ നിരപ്പ് ഉള്ള സ്ഥലം ഇവിടെ കിട്ടിയില്ലായിരുന്നു ഇന്നലെ. കണ്ടപ്പോ നല്ല പറയായിരുന്നു അല്ലേ? ആ, നല്ല സ്ഥലമായിരുന്നു, പക്ഷെ കിടപ്പ് മാത്രം ഒരു സെറ്റപ്പ് കിട്ടിയില്ല. ഇനിയിപ്പം രാവിലെ അവിടുന്ന് ടെന്റ് അഴിച്ചു മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെക്കാൻ പോവാ. ഇച്ചിരി പുഴയുടെ സൈഡിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാൻ പോവാ. ഇനി മഴക്കാറൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ വരെ രാത്രി ഫുള്ള് മഴയുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മഴയായിരുന്നു എന്ന് മാത്രം. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക അല്ലേ? പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. അതെ, ഹൈപ്പും ചെയ്യുക. മറന്നുപോയി, അതും ചെയ്യുക.